അപ്പോൾ ഗംഗാതല എന്ന് പറയുന്ന ലൊക്കേഷനാണത്. അവിടെ ദേവിയുടെ പ്രതിമയാണ് വലിയ. അടുത്ത് തന്നെ ശിവൻ്റെ പ്രതിമ. അപ്പോൾ നമ്മൾ ശിവൻ്റെ പ്രതിമയുടെ അങ്ങോട്ട് നടക്കുക. ദുർഗാമാതാവാണ്. വലിയൊരു സിംഹത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്, അതുകൊണ്ടാണ് ഇത്ര കോട. ഒരു മലയുടെ മുകളിൽ ഒരു സൈഡിൽ തടാകം, പിന്നെ ഇവിടെ വന്ന ആൾക്കാർ ബലിയിടുന്ന സ്ഥലവും മെയിനായിട്ട്. ഇതാണ് വലിയ ശിവൻ്റെ പ്രതിമ. കോട കാരണം ക്ലിയർ ആയിട്ട് കാണാനും പോലും പറ്റണല്ലോ, അത്രക്ക് കോട. ശിവരാത്രിക്ക് വന്നപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ സദ്യയും മറ്റേ ഭജനയും ശിവഭജന. ഗംഗാധരായ ശിവ ഗംഗാധരായ ഹര ഹര പോലെ നമഃ ശിവായ. പ്രകൃതി അവിടെ കൊരങ്ങൻ വന്നിരിക്കണ നോക്കി. ആൾക്ക് വിശാലാണല്ലേ. ഒന്ന് 108 ശിവലിംഗങ്ങളാണ് ചെറിയ ചെറിയ. അവിടെ ഇപ്പം മറ്റേ അമ്പലം തുറന്നിട്ടുണ്ട്. കൊരങ്ങാമ്പലം കടിക്കുമോ? ആള് നോക്കിയത് പമ്മി പല്ലി കണ്ട. ആള് ശിവന്റെ കൂടെ ഇരുന്ന് ശിവനിക്ക് ഹാവലിരിക്കണ പോലെ ഇരിക്കണേ. ഇനി ഇവിടെ വലിയ തടാകമുണ്ട്. ആളെന്തി ഇവിടെ പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ താഴത്ത് എഴുതി വെച്ചാണ്ട ശിവപരിവാർ ടെമ്പിൾ എന്നും പറഞ്ഞു. ശിവനും ഫാമിലി എല്ലാവരുടെ ഇതില്ലേ. പക്ഷെ മുരുകൻ്റെ പ്രതിമ മാത്രം കാണുന്നില്ല. ഇവരെന്താ മുരുകനെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി ആണോ? എന്നിട്ട് മറ്റേ ശൂലം കണ്ടില്ലല്ലോ. കൊണ്ടുപോവാ തങ്കമയിലേ വേലപ്പനെ കൊണ്ടുപോവാ തങ്കമയിലേ കൊണ്ടുപോവാ തങ്കമയിലേ. ആൾക്കാർ ആ ബലിയിടാനുള്ള ഇതൊക്കെ കൊണ്ടുപോകണം. അതവര് മറ്റേ ഇതിൽ പോയി കൂടി ഗംഗാതലായി. ഇത് കോട പറക്കണ നോക്കി കാറ്റ് വന്നപ്പോൾ. അവിടെ ഹോമവും കാര്യങ്ങളൊക്കെ നടക്കണേ. പ്രകൃതിയായിട്ട് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കണേ. ആ വെയിലൊന്നും ശരിക്കും അടിക്കണമില്ലേ ഇല്ലേ? അന്നപ്പാരം എപ്പോഴാണോ തുടങ്ങുന്നത്? ഗംഗാധരായ ശിവ ഗംഗാധര ഹര ഹര പോലെ നമഃ ശിവായ.
അവരെന്താ കയ്യിൽ ഇത് പിടിച്ചേക്കണം? ശിവനെ അർപ്പിക്കാനുള്ളതെന്ന് തോന്നുന്നു. അല്ലല്ലേ, വെയിൽ മൂത്തല്ലേ. അങ്ങനെ കാശി വിശ്വനാഥ മന്ദിരത്തിയമ്മ. ഒരു മിനിറ്റ്. അപ്പോൾ ഈ ലൊക്കേഷനിലുള്ള എന്തൊക്കെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. കാശി വിശ്വനാഥ മന്ദിർ, ശിവപരിവാർ മന്ദിർ, ശ്രീകൃഷ്ണജി മന്ദിർ, ദുർഗാമാതാ മന്ദിർ, പിന്നെ ശ്രീരാം മന്ദിർ, ഹനുമാൻ മന്ദിർ. ഹനുമാൻ മന്ദിർ ഹിൽ ടോപ്പിലാണ്. അഗ്രാസാൻ, ഭൈരവസാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചെടികൾക്കും പൂക്കൾക്കൊന്നും ഒരു കുറവില്ല. ഹായ്, അതിലൊക്കെ കോടാവന്ന് പിടിച്ചേക്കണോ? ജീപ്പ് എന്താണ് ഇതിനൊക്കെ ഫ്രീസർ പോലത്തെ ഉള്ള ജീമന്. പിന്നെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്ലസ് ആണുള്ളത്. വേഷ്ടിയും സാരിയും ചുരിദാറിലാണ് ഇവിടെ. ജീൻസൊന്നും ഇടാൻ പാടില്ല. എന്നിട്ട് അമ്പലം തുറന്നിട്ട് അമ്പലം മുടക്കാം. കാശി വിശ്വനാഥ മന്ദിർ. ഇതാണ് ഇവിടുത്തെ നവഗ്രഹ മന്ദിർ. ഇതൊരു അമ്പലം മാത്രമല്ല, ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഹെറിറ്റേജ് സൈറ്റാണ് അവരുടെ. ഗംഗാദ്വാർ, ഹിന്ദു മഹാസഭ ഫൗണ്ടർ 1925. കണ്ട ഗംഗാത്തലാവാണ് ഇവിടെ നിന്ന് കാണുന്നത്. അത് ഒറ്റപ്പൂവല്ലേ, ഇങ്ങനെ കോട്ട പോലെ ബൊക്ക പോലെ ഉണ്ടായിക്കണ പൂവ്. ഫുള്ള് തലാബിൻ്റെ വ്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൗറീഷ്യസിലെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ്.